അപ്പോൾ ഇപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉമ്മൻചാണ്ടിയുടെ തിരുവനന്തപുരത്ത് ജഗതിയുള്ള വസതിയിലെത്തിയിരിക്കുന്നു. ചാണ്ടി ഉമ്മനുമായി കൂടിക്കാഴ്ച നടന്നു. അതിൻ്റെ ദൃശ്യമാണ് പ്രേക്ഷകർ കാണുന്നത്. ചാണ്ടി ഉമ്മന് ചെറിയൊരു വിഷമമുണ്ടെന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർക്കറിയാം. അവസാനം വരെ മന്ത്രിസഭാ ലിസ്റ്റിൽ ഇടം പിടിക്കും എന്നുണ്ടായിരുന്നെങ്കിലും ചാണ്ടി ഉമ്മന് അവസരം കിട്ടിയില്ല. ചാണ്ടി ഉമ്മൻ അതൊന്നും വലിയ സംഭവമാക്കുന്നില്ലെങ്കിലും അദ്ദേഹത്തോടൊപ്പമുള്ള മുതുപ്പള്ളിക്കാർക്കൊക്കെ അത് വലിയൊരു ടെൻഷനായി. എന്തായാലും സ്പീക്കറായി സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് തിരുവഞ്ചൂർ അവിടെ എത്തിയതാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ലീഡറായിരുന്നു ഉമ്മൻചാണ്ടി. ഒരുപക്ഷെ ഉമ്മൻചാണ്ടിയുടെ മന്ത്രിസഭയിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയുമായിരുന്നു. മേഘന മുരളി വിവരങ്ങളുമായി ചേരുന്നു. പറയൂ മേഘന, പുതുപ്പള്ളി ഹൗസിലെത്തിയ തിരുവഞ്ചൂറിൻ്റെ ലക്ഷ്യം എന്തായിരിക്കും? SKN തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കർ സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു. അതിൽ ഈ നിയമസഭയിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെയുള്ള ആദ്യം പുതുപ്പള്ളി ഹൗസിലെത്തി ചാണ്ടി ഉമ്മനെയും അതുപോലെ തന്നെ ഉമ്മൻചാണ്ടിയുടെ പത്നി മറിയാമ്മ ഉമ്മനെയും സന്ദർശിക്കുകയാണ്. ഉമ്മൻചാണ്ടിയുടെ ചിത്രത്തിൽ പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് ഇപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്. അതിൽ ഒരു പ്രതികരണം, അതിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മുന്നേ തന്നെ പറഞ്ഞത് ഉമ്മൻചാണ്ടിയുമായുള്ള വൈകാരിക ബന്ധം. കാരണം 2004 ഉമ്മൻചാണ്ടി സർക്കാരിൽ മന്ത്രിസഭയിലാണ് ആദ്യമായി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആരോഗ്യമന്ത്രിയായൊക്കെ എത്തുന്നത്. അതിനുശേഷം ഈ ഒരു മന്ത്രിസഭയിലേക്ക് ഇടം നേടുന്നു. പിന്നീട് ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾ എന്നും വൈകാരികമാണ് എന്നുള്ളതാണ്. ഈ നില തന്നെയാണ് ശ്രീ ഉമ്മൻചാണ്ടി അനുസ്മരിക്കാതെ പോകുന്നത് ഒരു പുതിയ ടേണിംഗ് പോയിന്റിൽ ഒട്ടും ഗുണമല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ചെറുപ്പകാലം മുതൽ ഒരുമിച്ച് വളർന്നു വന്നതല്ലേ, എത്രയോ അനുഭവങ്ങളുണ്ട്. ഈ ഭവനത്തിലെത്തുമ്പോൾ അതിൻ്റെ എല്ലാം ശരിയൊരു ഓർമ്മ നമ്മുടെ മനസ്സിലെത്തുകയാണ്. പക്ഷെ ഉമ്മൻചാണ്ടി ഇല്ലാത്തൊരു രാഷ്ട്രീയ പ്രവർത്തനത്തെക്കുറിച്ച് ഒരു കാലത്ത് ഞങ്ങൾ ആലോചിച്ചിട്ട് പോലുമില്ല. ആ ഉമ്മൻചാണ്ടിയുടെ ഭവനത്തിൽ വന്ന് ഈ പുതിയ തുടക്കത്തിലേക്ക് പോകുന്നത് ഏറ്റവും അനുഗ്രഹകരമായിരിക്കും എന്നുള്ള ചിന്തയാണ് ഇവിടെ നിന്ന് വന്ന് പോകാൻ തീരുമാനിക്കാൻ കാരണം. നിശ്ചയമായിട്ടും അതുകൊണ്ടല്ലേ ഇങ്ങോട്ട് തന്നെ വന്നത്, അതുകൊണ്ട് തന്നെയാണ് ഇവിടെ വന്നത്. ചാണ്ടി എനിക്ക് എൻ്റെ ഒരു സഹോദരനാണ്. ഞങ്ങളൊരു ഉമ്മൻചാണ്ടിയുടെ മോൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളുടെ ഹൃദയത്തിലെവിടെയാണ്, ഹൃദയത്തിൻ്റെ അഗാധങ്ങളിൽ സ്ഥാനമുള്ള ഒരു വ്യക്തിയാണ് ശ്രീ ചാണ്ടി. അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ അമ്മയെയും വെച്ച് ഞാൻ രാഷ്ട്രീയം പറയാൻ ആഗ്രഹിക്കുന്നില്ല. രാഷ്ട്രീയമല്ല, രാഷ്ട്രീയത്തെക്കാൾ അപ്പുറത്താണ് ഈ കാര്യങ്ങളൊക്കെ. എന്തായാലും പ്രിയപ്പെട്ട തിരുവഞ്ചൂർ സാറ് ഇവിടെ വന്നതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. അദ്ദേഹം നാളെ രാവിലെ എൻ്റെ പിതാവിൻ്റെ കല്ലറയിലോട്ടും വരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് കാണിക്കുന്നത് എന്താണ്, ഉമ്മൻചാണ്ടി എന്തായിരുന്നു അദ്ദേഹത്തിന് എന്നുള്ളതാണ്. കാരണം എൻ്റെ പിതാവ് സുഖമില്ലാതിരിക്കുന്ന സമയത്തൊക്കെ ഏറ്റവും അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് തിരക്കിയിരുന്ന ബാംഗ്ലൂർ വരെ വന്ന് അദ്ദേഹത്തെ കണ്ട ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഇന്ന് സ്പീക്കറാവുമ്പോൾ ഞാൻ ഓർക്കുന്ന ആദ്യം അദ്ദേഹം അപ്പയോട് തന്നെയാണ് മന്ത്രിയാവുന്നത്. പിന്നെ ഏറ്റവും കൂടുതൽ വകുപ്പ് ആഭ്യന്തരം ഉൾപ്പെടെ അപ്പ ഏൽപ്പിച്ച വ്യക്തിയാണ് തിരുവഞ്ചൂർ സാറ്. അത്രയ്ക്ക് ചേർന്ന് പ്രവർത്തിച്ച രണ്ട് നേതാക്കളാണ് ഇരുവരും. ഇന്ന് തിരുവഞ്ചൂർ സാറിന് എല്ലാ ആശംസകളും നേരുകയാണ്. അദ്ദേഹം കേരളത്തെ നയിക്കുവാൻ പോവുകയാണ്. എല്ലാ ആശംസകളും. അസംബ്ലിയുടെ നാഥൻ കേരളത്തിന്റെ കൂടി നാഥനാണ്. എല്ലാ ആശംസകളും സാർ. എനിക്ക് പണ്ടത്തെ ഒരു കാര്യം തിരുവഞ്ചൂരിൽ ഓർമ്മയുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. പിള്ളേർ മുൻ തീരെ കൊച്ച. ഇപ്പൊ കുഞ്ഞിന് വരുന്ന പറഞ്ഞ് വീട്ടിൽ വന്നപ്പോഴത്തെ പുതുപ്പള്ളിയിലെ കരോട്ട് വള്ളക്കാരൻ ലൈറ്റൊക്കെ അപ്പേന്ന് ഞാനിപ്പോഴും പെട്ടെന്ന് ഓർത്തു. എനിക്കപ്പോ പിന്നെ പണ്ട് കുഞ്ഞ് പറഞ്ഞിട്ടുണ്ട്, ഏതാണ്ട് നിങ്ങൾക്ക് പണ്ട് തുടങ്ങുന്ന കാലത്തൊക്കെ ആളില്ലാഞ്ഞിട്ട് അവിടെ പൂട്ടിയിട്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.